വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് അപ്പം എന്നാണ് പറയാറ്. ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരു കപ്പ് പച്ചരിയാണ് വേണ്ടത്. അതൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രത്തോളമാണ് ബാറ്റർ വേണ്ടത് അതുപോലെ വേണം നമ്മൾ അരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കാം. രാവിലത്തേക്കാണെങ്കിൽ നമുക്ക് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കാം. ഇതിപ്പോൾ ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ഇതിലെ വെള്ളമൊക്കെ എടുത്ത് ഊറ്റിക്കളഞ്ഞതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ദോശ ഉണ്ടല്ലോ, സാദാ ഉഴുന്ന ദോശയിലേറെ ഒന്നും കൂടെ ലൂസായിട്ടിരിക്കണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മളെ ബാറ്റർ ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കാം. പിന്നെയുണ്ടല്ലോ, നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ദോശ ചട്ടി ഇരുമ്പിൻ്റെ തന്നെ ആവാൻ ശ്രമിക്കണേ. നോൺ സ്റ്റിക്കിൻ്റെ പാനായാൽ ഇത്രയും നന്നായിട്ട് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒരു തവി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് കൊടുക്കുക. എന്നിട്ട് തീയൊന്ന് ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ ചുട്ടെടുക്കുക. നമ്മുടെ ദോശയിലേക്ക് ഒരു ചട്നിയും കൂടെ തയ്യാറാക്കിയെടുക്കുക. അതിനുവേണ്ടി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് 4 ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഇതിലോട്ടിനി ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ചട്ടിനി ഒരു ഗോൾഡൻ കളറിൽ കിട്ടും. ഇതിലേക്കിനി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇച്ചിരി കരിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ തീ ഓഫാക്കണേ. ഇത് നല്ലോണം തിളക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതിപ്പോൾ നമ്മുടെ ചട്നി നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശയുടെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ചട്നിയും ദോശയും റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.